ചൂടുണ്ടേ വിക്ടറിന് ചൂടുണ്ടേ. അയ്യോ ഇവിടെ ഒന്ന് പനിനീർച്ചാമ്പ എന്തിയേ? അത് ഈ അമ്മച്ചി വെട്ടിക്കളഞ്ഞിട്ട്. നല്ല സൂപ്പർ ചാമ്പയായിരുന്നു. എന്റെ പൊന്നു മക്കളെ, അതിന്റെ പൂവും കായും ഒക്കെ മുറ്റത്ത് വീണ് എപ്പോഴും വൃത്തികേടാ. എനിക്ക് മേലെ അതൊക്കെ തൂത്തോണ്ട് നടക്കാൻ. ഓ പിന്നെ പപ്പായി പറയോ അതോ ഞാൻ പറയണോ? നീ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ 2 പ്രാവശ്യം കമ്പടിച്ചിട്ട കേസാ. ഇനി നാണം കട ഞാനില്ല. അളിയന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വേണേ ഫോർവേഡ് ചെയ്യാം. പപ്പായി ഞാൻ പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. നീ എന്നാന്ന് വെച്ചാൽ ചെയ്തേച്ചാ മതി കേട്ടോ. ഇന്ന് കുടിച്ചേക്കല്ലേ, നാളെ ഊതിച്ച ഓർമ്മയുണ്ടല്ലോ. ഞാൻ നമ്മളിന്ന് കമ്പിളികണ്ടം വഴിയാ പോകുന്നത്. അവിടെ ചെക്കിംഗ് ഇല്ല. ഡി അന്നേച്ചി, ഇന്നാള് നമ്മുടെ പരീക്കണ്ടിയിലെ സാലിയാൻറ്റി ഇല്ലേ, അവര് കണ്ടപ്പം ചോദിച്ചു നമ്മുടെ സ്ലീവാച്ചിന് കല്യാണാലോചന ഒന്നും നടത്തുന്നില്ല ഇന്ന്. നീ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോടി? ഏതടി? എടി, നമ്മൾ റീനയുടെ കല്യാണത്തിന് പോയപ്പോഴേ നമ്മൾ ഊണ് കഴിച്ചോണ്ടിരുന്നപ്പോ നമ്മളടുത്ത് വന്ന് സംസാരിച്ചില്ലേ, ആ നീല ചുരിദാറിട്ട കൊച്ച്? അതാ വെളുത്തിട്ട് ഒരുപാട് മുടികൾ കൊച്ചല്ലേ? അതേന്നേ. എന്റെ പൊന്നെ, ആ പെണ്ണോ? അതൊന്നും വേണ്ട. എന്തൊരു വണ്ണവാതിന്. നമ്മുടെ കൂട്ടുകാരെ 2 ഇരട്ടിയുണ്ട്. പിന്നെ നീ ഇപ്പൊ എല്ലാം കൂടെ ഒത്തു കിട്ടൂടി? അതിനവർക്കറിയാവോ 10ാം ക്ലാസ്? പിന്നെ അറിയാൻ പാടില്ല എന്നിട്ടാണ്. അവർക്ക് കൂട്ടായി നന്നായിട്ട് അറിയാന്നേ. അവർക്കിപ്പോ അങ്ങനത്തെ നോട്ടമൊന്നുമില്ല. പിന്നെ തടി, അതിനാ കൊച്ചിന് അതിന് മാത്രം വണ്ണുണ്ടോടി? പിന്നെ ഉണ്ട്. അത് നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണം. എടാ, ഒരു അഭിപ്രായം പറഞ്ഞു പോടാ. നിനക്കൊക്കെ എപ്പോ വന്നാലും ഈ ഒരു കാര്യം വേറെ ഒന്നും സംസാരിക്കില്ല. കുട്ടായി, ഇച്ചിരി നേരം കൂടെ ഇവിടെ ഇരുന്നേച്ചും പോടാ. അവര് പോക്കണ്ടില്ലേ? അതിനോടൊരു മനസ്സ് വന്നിട്ടേ. എന്നാ പറയാനാ മക്കളെ, നമുക്ക് പറയാനല്ലേ പറ്റൂ. ഒന്തി മരം കെറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. എന്റെ ഊഹം ശരിയാണെങ്കിലേ അളിയന്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്. ദേച്ചേ, കുട്ടായെ കുറിച്ച് അതും ഇതും പറയില്ല കേട്ടോ. എടി വേറെ ഊഹാടി. പിന്നെ ഒരു ഊഹം. ഇന്നത്തെ കാലത്ത് ഊഹിക്കാൻ പോലും പറ്റത്തില്ലയോ. എന്നാ ഞങ്ങൾ ഇറങ്ങാം. കുഞ്ഞേച്ചി പറഞ്ഞ സീരിയസ് ആയിട്ടൊന്നും എടുക്കണം കേട്ടോ കുട്ടായി. ഓ നീ ഒന്ന് പോയേ. അതിനാടാ അത് പറയുമ്പോ നീ ഒഴിവാകുന്നേ? ഈ നാട്ടിൽ ആരാടാ നിന്റെ പ്രായത്തിൽ കെട്ടാൻ ബാക്കിയുള്ളത്? ഇനി ജോഡിയില്ലേ ഇങ്ങനെ ഇതിനെ പിടിച്ച് വണ്ടി കയറ്റി. എടി ജെസ്സി, വന്ന് വണ്ടിയാ കയറി. ഗോപി കാണാൻ കേട്ടോ. ശരി അമ്മച്ചി, പോട്ടെടി. എന്നാ ഇറങ്ങട്ടെ കളിയാ. ഓ വാടി വേണ്ടേ? ചാച്ചനോട് മുത്താൻ കിട്ടോ? ഇന്നു പകൽ മുഴുവൻ കരുണയോടെ സൂക്ഷിച്ചവനെ, നന്ദിയോടെ കൃപയാൽ അതിനു സദാ വന്ദനം ചൊല്ലിടുന്നേ. അന്നവസ്ത്രാദികളും ധനം സുഖം എന്നിവകൾ സഹിതം തന്നു നിൻ സന്നിധിയിൽ അതിനു സദാ വന്ദനം ചൊല്ലിടുന്നേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. സ്തുതി.